നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. തിങ്കളാഴ്ച വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 43 ഇടങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണലിന് 15,465 ഉദ്യോഗസ്ഥർ. പുനലൂരിലെ ബോർഡിംഗ് സ്കൂൾ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിയെ തലകീഴായി കെട്ടിത്തൂക്കിയെന്ന് പരാതി. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു പ്രാകൃത ശിക്ഷാരീതി. 6ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ചത്. യഥാസമയം ചികിത്സ കിട്ടാതെ പന്മന സ്വദേശി വേണു മരിച്ച സംഭവം. കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥ ഉണ്ടായതായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ. കുറ്റക്കാരെ കണ്ടെത്തി കേസെടുത്ത് നിയമപരമായി പരിഹാരം കാണണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. നിർമ്മാണത്തിലിരുന്ന കിണറ്റിൽ ചെളി ഇടിഞ്ഞ് ഉള്ളിൽ അകപ്പെട്ട തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. കണ്ണനല്ലൂർ വടക്കേമുക്ക് സ്വദേശി ദാവൂദാണ് അപകടത്തിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേന എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. വിശദമായ വാർത്തകളിലേക്ക്. തിങ്കളാഴ്ച വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 43 ഇടങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി സജ്ജീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി സജ്ജീകരിച്ചിട്ടുള്ളത്. 140 ROമാർ, 1340 അഡീഷണൽ AROമാർ, 4208 മൈക്രോ ഒബ്സർവർമാർ, 4208 കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, 5563 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ എന്നിവർ വോട്ടെണ്ണൽ ജോലിയുടെ ഭാഗമാകും. സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ ഒബ്സർവറുടെ സാക്ഷ്യപത്രത്തോടെ വീഡിയോ റെക്കോർഡിംഗോടുകൂടിയാണ് സ്ട്രോങ് റൂമുകൾ തുറക്കുക. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങുന്നത്. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ EVMലെ വോട്ടുകൾ എണ്ണാൻ പരമാവധി 14 ടേബിളുകൾ വീതമുണ്ടാകും. വോട്ടെണ്ണൽ ഹാളിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളും ഏജന്റുമാരും ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് പ്രദർശിപ്പിക്കണം. വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ വോട്ടിംഗുമായും വോട്ടെണ്ണലുമായും ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ അടങ്ങുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇൻഡെക്സ് കാർഡ് പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. JSS കൊല്ലം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മുസ്ലിം ലീഗിൽ ചേർന്നതായ പ്രചാരണം വാസ്തവവിരുദ്ധമാണെന്ന് JSS നേതാക്കൾ കൊല്ലത്ത് പറഞ്ഞു. JSSന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ പ്രവർത്തകരുമാണ് ലീഗിൽ പോയത്. ഇവരുമായി പാർട്ടിക്ക് നിലവിൽ യാതൊരു ബന്ധവുമില്ല. JSSന്റെ നിലവിലുള്ള നേതാക്കളോ പ്രവർത്തകരോ ലീഗിൽ ചേർന്നിട്ടില്ലെന്നും JSS നേതാക്കൾ അറിയിച്ചു. JSS കൊല്ലം ജില്ലാ സെക്രട്ടറിയും JSS പ്രവർത്തകരും മുസ്ലിം ലീഗിൽ ചേർന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് JSS നേതാക്കൾ കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലുള്ള ഒരു JSS നേതാവോ പ്രവർത്തകരോ മറ്റൊരു പാർട്ടിയിലും പോയിട്ടില്ല. 3 മാസം മുമ്പ് സംഘടനാ വിരുദ്ധ നടപടികളുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റി അച്ചടക്ക നടപടി സ്വീകരിച്ച കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സുധാകരൻ പള്ളത്തും 4 പ്രവർത്തകരും പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു. 3 മാസം മുമ്പ് ജില്ലാ പ്രസിഡന്റായിരുന്ന LIയത്തു ചന്ദ്രനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് അദ്ദേഹമാണ് നിലവിലെ ജില്ലാ സെക്രട്ടറി. JSSന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും 4 മുൻ പ്രവർത്തകരും മറ്റൊരു പാർട്ടിയിൽ ചേർന്നു എന്ന് പറയുന്നതാണ് വാസ്തവം. അല്ലാതെ JSSൽ നിന്ന് ഒരാൾ പോലും മറ്റു പാർട്ടികളിൽ പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു പത്രവാർത്തയെ തുടർന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യോഗം വിളിക്കേണ്ടതായിട്ടുണ്ട്. JSSന്റെ ഭാരവാഹികൾ കൂട്ടത്തോടെ മുസ്ലിം ലീഗിൽ ചേർന്നു എന്നുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിൻ്റെ സത്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം. JSSൽ നിന്ന് കഴിഞ്ഞ കാലത്ത്, അതായത് ഇപ്പോൾ രാജിവെച്ചു എന്ന് പറയുന്ന സുധാകരൻ പള്ളത്തും ഒരു 4 പ്രവർത്തകരും JSSൽ നിന്ന് നടപടിക്ക് വിധേയമായി നേരത്തെ പുറത്താക്കിയിട്ടുള്ളതാണ്. അവരാണ് JSSന്റെ നിലവിലെ ജില്ലാ സെക്രട്ടറിയും ഭാരവാഹികളും കൂട്ടത്തോടെ പോയി എന്നുള്ള തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസം
എല്ലാ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഈ സുധാകരൻ പള്ളത്തിൻ്റെയും ഒപ്പമുള്ള 4 പ്രവർത്തകരെയും സംസ്ഥാന കമ്മിറ്റി സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ നടപടിയെടുക്കുകയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയും ഉണ്ടായിരുന്നു. JSS രൂപീകരിച്ച് 10 വർഷം കഴിഞ്ഞ് വിവിധ RSPകളിൽ പ്രവർത്തിച്ചതിനു ശേഷം JSSൽ വരികയും പിന്നീട് ജനതാദളിൽ പോവുകയും അവിടെ നിന്ന് വീണ്ടും RSPയിൽ പോവുകയും വീണ്ടും JSSൽ അഭയം തേടുകയും ചെയ്ത രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായ സുധാകരൻ പള്ളത്താണ് മുസ്ലിം ലീഗിൽ ചേർന്നത്. ഇയാളുമായി JSSന് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറി എല്ലയ്യത്ത് ചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് സുനിൽ ദത്ത, ഹരി പട്ടാജി, N ബാഹുലേയൻ, നീലികുളം സിബു, VP അനിൽകുമാർ, വേലായുധൻ, എലിസബത്ത്, തുളസി തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മികച്ച നിയമസഭാ സാമാജികനുള്ള പ്രഥമ കൈപ്പുഴ വേലപ്പൻ നായർ സ്മാരക പുരസ്കാരം PC വിഷ്ണുനാഥ് MLAക്ക് മെയ് 3 കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും മികച്ച നിയമസഭാ സാമാജികനുള്ള പ്രഥമ കൈപ്പുഴ വേലപ്പൻ നായർ സ്മാരക പുരസ്കാരം കുണ്ടറ MLA PC വിഷ്ണുനാഥിന് സമ്മാനിക്കും. നിയമസഭാംഗം എന്ന നിലയിൽ നിയമനിർമ്മാണ പ്രക്രിയയിലും ജനകീയ വിഷയങ്ങൾ ഉയർത്തുന്നതിലും നിയമനിർമ്മാണ സഭയിൽ നടത്തിയ ശ്രദ്ധേയമായ ഇടപെടലുകളും 5 വർഷം കൊണ്ട് കുണ്ടറ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പക്ഷാപാതരഹിതമായ ജനകീയ ഇടപെടലും പരിഗണിച്ചാണ് PC വിഷ്ണുനാഥിന് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതെന്ന് പുരസ്കാര നിർണയ സമിതി വിലയിരുത്തി. രാഷ്ട്രീയ രംഗത്ത് സൗമ്യവും ദീപ്തവുമായ ഇച്ഛാശക്തി വജ്ഞാശക്തിയുമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉദാഹരണമായിരുന്നു അഡ്വക്കേറ്റ് കൈപ്പുഴ വേലപ്പൻ നായർ. കേരളത്തിലെ RSPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും കൊല്ലം ബാറിലെ ആദ്യകാല അഭിഭാഷകനും ഫോർവേഡ് ബ്ലോക്ക് എന്ന ദേശീയ സംഘടനയുടെ ദേശീയ ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് കൈപ്പുഴ വേലപ്പൻ നായരുടെ 2ാമത് ചരമവാർഷികമാണ് മെയ് മാസം 3-ാം തീയതി. ആ അനുസ്മരണ ദിനം മെയ് 3-ാം തീയതി വൈകിട്ട് 3 മണിക്ക് നമ്മുടെ പ്രസ് ക്ലബ് ഹാളിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനം ശ്രീ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. RSPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ AA അസീസ് ex-MLA അധ്യക്ഷത വഹിക്കും. RSPയുടെ സംസ്ഥാന സെക്രട്ടറി മുൻ മന്ത്രി കൂടിയായ ശ്രീ ഷിബു ബേബി ജോൺ അനുസ്മരണ പ്രഭാഷണം നടത്തും. UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ KC രാജൻ, ആരാധനായ കൊല്ലം മേയർ AK ഹഫീസ്, RSPയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ KS വേണുഗോപാൽ, കൊല്ലം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ കൊല്ലം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ D ജയകൃഷ്ണൻ, അനുസ്മരണ സമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് മരുത്തടി നവാസ്, അഡ്വക്കേറ്റ് കൈപ്പുഴ റാംമോഹൻ തുടങ്ങിയവർ ആ യോഗത്തിൽ സംസാരിച്ചു. RSPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും കൊല്ലം ബാറിലെ ആദ്യകാല അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കൈപ്പുഴ വേലപ്പൻ നായരുടെ ചരമവാർഷിക ദിനമായ മെയ് 3-ന് കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാര നിർണയ സമിതി ചെയർമാൻ GR കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് മരുത്തടി നവാസ്, ഡോക്ടർ പുരുഷോത്തമൻ പിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂരിലെ ബോർഡിംഗ് സ്കൂൾ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിയെ തലകീഴായി കെട്ടിത്തൂക്കിയെന്ന് പരാതി. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു ഈ പ്രാകൃത ശിക്ഷാരീതി. 500 രൂപ മോഷ്ടിച്ചെന്നാരോപിച്ചാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ചത്. കൊല്ലം പുനലൂരിൽ 6ാം ക്ലാസ്സുകാരനോട് ബോർഡിംഗ് സ്കൂളിന്റെ ക്രൂരത. 500 രൂപ മോഷ്ടിച്ചുവെന്നാരോപിച്ച് കുട്ടിയെ തലകീഴായി കെട്ടിത്തൂക്കിയെന്നാണ് പരാതി. മെയിൻ ഗാർഡൻ എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ് പഠിച്ചത്. അപ്പോൾ അവരുടെ വെക്കേഷൻ ഞാൻ 30-ാം തീയതി വൈകിട്ട് 8 മണിക്കാണ് അവർ കൊണ്ടുവന്നത്. അവരെ കൊണ്ടുപോയി ഇവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വിഷമിച്ചിരിക്കണമെന്ന് ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് വെച്ചിട്ട് അവർ പറഞ്ഞു, ചേച്ചാ ഹോസ്റ്റലിലൊരു പ്രശ്നം നടന്നു, അവിടെ പാചകത്തിന് നിൽക്കുന്ന ചേട്ടൻ്റെ 500 രൂപ മിസ്സായി, അത് എൻ്റെ ഇളയ മോനെ എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒത്തിരി അയാളെ വിവരിച്ചു. അവിടുന്ന് ഇവർ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കാലി കയറ് കെട്ടി ഫാൻ്റെ മുക്കിനകത്തിട്ടിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ചു നിർത്തിയിട്ട് അവന് ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞു സത്യം വരാതാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ അങ്ങനെ ചെയ്തിട്ടില്ല, അവൻ കരഞ്ഞു പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. പകുതിക്ക് കൊണ്ടുപോയി നേരെ ഇങ്ങനെ കാലി കൊച്ചിൻ്റെ ദേഹത്തൊക്കെ പാടൊക്കെ ഉണ്ട്. കൊച്ചിൻ്റെ ദേഹത്ത് കാലി കെട്ടി കയറിന് പാടുണ്ടായിരുന്നു, പിന്നെ പുറത്ത് പാടുണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ അടിച്ച പാടുണ്ട്.
ഈ ഒരു കുട്ടിയെ മാത്രം ഉപദ്രവിച്ചിട്ടുള്ളതാണ് അതെ, പറയുന്നത്. ഒരു കുട്ടി അവനെ അന്ന് ഉപദ്രവിച്ചത്. ഇതിന് നേരത്തെ ഇവരെ രണ്ടുപേരും ഉപദ്രവിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങൾക്ക് കാലിൽ പിടിക്കുമെടുത്ത് എറിയുമോ അതൊന്നും ഇവർ പറയാൻ പറ്റത്തില്ല. ഹോസ്റ്റലിലോട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. പറഞ്ഞാലും ഇവർ പറഞ്ഞ് നീയൊക്കെ പോയിട്ട് ഇനി വാ, അന്നേരം ബാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സംഭവം ചെയ്തിട്ടും ഈ പുള്ളി പറഞ്ഞു, നീ വീട്ടിൽ ചെന്ന് നിൻ്റെ അച്ഛൻ്റെ അമ്മയടുത്ത് പറഞ്ഞാലും നിൻ്റെ അച്ഛനമ്മേനെ എന്നെ ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ പോയിട്ട് ഞാൻ തിരിച്ചു വരത്തില്ല, ഇതിൻ്റെ ബാക്കി അന്നേരം ഞാൻ തരാമെന്ന് പറഞ്ഞു. ഈ സമാന രീതിയിൽ നേരത്തെ ഇതുപോലെ ഉപദ്രവം നടന്നിട്ട് കുട്ടി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? കുട്ടി നേരത്തെ ഇതിനൊരു കഴിഞ്ഞ പ്രാവശ്യം അവന് ചെറുക്കലിൽ അടിച്ചായിരുന്നു. അന്ന് ഞാൻ ചെന്ന് ഒരു വാണിംഗ് കൊടുത്തതാണ്, അവന് ചെയ്യല്ലേ. എൻ്റെ നിവൃത്തിയുടെ കൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിയേക്കുന്നത്. എൻ്റെ വൈഫ് 4 വർഷം കൊണ്ട് വയ്യ കിടക്കണം. അപ്പോൾ അവരെ നോക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടു. എനിക്ക് 4 കുട്ടികളാവും. ഇതാരാ ചെയ്തെന്ന് പറയുന്നു? അന്ന് ചെയ്ത് അവിടുത്തെ ഒരു സാർ, അവരുടെ സൂപ്പറുണ്ട് സന്തോഷം എന്ന് പറഞ്ഞ സാർ അന്ന് ചെറുക്കലിൽ അടിച്ചത്. പുള്ളിയുടെ അടുത്ത് ഞാനന്ന് പറഞ്ഞു. ഇപ്പോൾ ചെയ്ത പുള്ളിയുടെ പേര് ലിജു, അവർ കിച്ചണിൽ വർക്ക് ചെയ്യുന്നതാണ്. പാചകക്കാരനും വാർഡനും ചേർന്നാണ് കുട്ടിയോട് ക്രൂരത കാട്ടിയതത്രേ. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിനെതിരെയാണ് പരാതി ഉയരുന്നത്. മാതാപിതാക്കൾ വിശ്വാസമർപ്പിച്ച് കുട്ടികളെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ബോർഡിംഗ് സ്കൂളിലാണ് കണ്ണില്ലാത്ത ക്രൂരത അരങ്ങേറിയത്. പാചകക്കാരന്റെ 500 രൂപ മോഷ്ടിച്ചുവെന്നാരോപിച്ചാണ് കുട്ടിയെ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിക്കാൻ ശ്രമിച്ചത്. താൻ പണം മോഷ്ടിച്ചിട്ടില്ലെന്ന് പലതവണ ആവർത്തിച്ചെങ്കിലും വാർഡനോ പാചകക്കാരനോ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ലെന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. 12 വയസ്സുള്ള കുട്ടിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട സ്വദേശികളായ 2 പേർക്കെതിരെ കേസെടുത്തു. ലിജുകുമാർ, ടോം എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് വൈകിട്ടോടെ റിമാൻഡ് ചെയ്യുമെന്നാണ് വിവരം. ഇവിടെ ആദ്യം ഒരു വാടക കെട്ടിടമായിരുന്നു ഇവരെടുത്തത്. ആ വാടക കെട്ടിടം എടുത്തതിന് ശേഷം ഈ കണ്ട സ്ഥലമെല്ലാം ഇവർ സ്വന്തമായി വാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിൻ്റെ സാമ്പത്തിക സോഴ്സ് എന്താണെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. ഈ ചുറ്റുപാടുള്ള സ്ഥലങ്ങളെല്ലാം ഇവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഇതിൻ്റെ സാമ്പത്തിക സോഴ്സ് എല്ലാം നമ്മൾ അറിയാൻ കിട്ടുന്നതെന്ന് അറിയാൻ കഴിയണം. സ്വാഭാവികമായും ഇങ്ങനൊരു രീതി അവലംബിച്ച ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മഴയത്ത് ചോർന്നൊലിച്ച മേൽക്കൂര ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ. വയോധിക ദമ്പതികൾ താമസിക്കുന്ന വീടിന്റെ മേൽക്കൂര അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ പുനർനിർമ്മിച്ചു നൽകി. അഞ്ചൽ ചോരനാട് സ്വദേശി രാജഗോപാലനും സരസ്വതിക്കുമാണ് വീടിന്റെ മേൽക്കൂര പുനർനിർമ്മിച്ചു നൽകിയത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ചോരനാട് 2ാം വാർഡിൽ താമസിക്കുന്ന വയോധിക ദമ്പതികളായ രാജഗോപാലനും സരസ്വതിക്കുമാണ് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ വീടിന്റെ മേൽക്കൂര പുനർനിർമ്മിച്ചു നൽകിയത്. കൂലിപ്പണിക്കാരായ ഇരുവർക്കും 2 പെൺമക്കളാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞതോടെ കടബാധ്യതയിലായി. രോഗങ്ങൾക്ക് അടിമപ്പെട്ട ഇവർ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ദുരിത ജീവിതം അനുഭവിച്ചു വരുന്നത് അഞ്ചൽ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് കൂട്ടായ്മ ട്രസ്റ്റ് ചേർന്നാണ് വീടിന്റെ മേൽക്കൂര നിർമ്മിച്ചു നൽകാൻ തീരുമാനമായത്. 2 ദിവസം കൊണ്ട് വീടിന്റെ മേൽക്കൂര നിർമ്മിച്ചു നൽകി. ചോർന്നൊലിച്ച് കിടക്കുമായിരുന്നു. അത് കാരണം കൂട്ടായ്മ ഇത്രയും ചെയ്തു തന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനെ സഹായിച്ചവർക്ക് എല്ലാം നന്ദി. ഇവരുടെ വീട് തിരിച്ചു നൽകാൻ സുമനസുകൾ തയ്യാറായാൽ ഇവർക്ക് സുരക്ഷിതമായ വീട്ടിൽ കഴിയാനാകും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. യഥാസമയം ചികിത്സ കിട്ടാതെ പന്മന സ്വദേശി വേണു മരിച്ച സംഭവം കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തുനിന്നും കുറ്റകരമായ അനാസ്ഥയുണ്ടായതായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷന്റെ കണ്ടെത്തൽ. കുറ്റക്കാരെ കണ്ടെത്തി കേസെടുത്ത് നിയമപരമായ പരിഹാരം കാണണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. കൃത്യവിലോപം കാട്ടിയവർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. യഥാസമയം ചികിത്സ ലഭിക്കാതെ പന്മന മനയിൽ പൂജാഭവനത്തിൽ വേണു മരിച്ച സംഭവത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയുണ്ടായതായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ കണ്ടെത്തി. രോഗിക്ക് യഥാസമയം ചികിത്സ നൽകുന്നതിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഡോക്ടർമാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വേണുവിന്റെ മരണത്തിന് കാരണം കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ കുറ്റകരമായ അനാസ്ഥയാണ്. ഒപ്പം അശ്രദ്ധയും ഏറെയാണ്. അതിനാൽ നിയമപരമായ രീതിയിൽ അന്വേഷണ റിപ്പോർട്ട് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിച്ച് അശ്രദ്ധയും അനാസ്ഥയും കാണിച്ചവർക്കെതിരെ കേസെടുത്ത് അന്വേഷിച്ച് നിയമപരമായ പരിഹാരം കണ്ടെത്തണമെന്ന് പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ നിർദ്ദേശിച്ചു. കേസിൽ ഉൾപ്പെടുന്നവർക്കും വിഷയത്തിൽ കൃത്യവിലോപം നടത്തിയിട്ടുള്ള കേസിൽ ഉൾപ്പെടാത്ത മറ്റു ജീവനക്കാർക്കുമെതിരെ വകുപ്പുതല നടപടിയെടുക്കാനും
പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ നിർദ്ദേശിച്ചു. കഴിഞ്ഞ നവംബർ 1 നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വേണുവിനെ ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. അവിടെ നിന്നും ഡോക്ടർ പരിശോധിച്ച ശേഷം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടാൻ നിർദ്ദേശിച്ചു. ജില്ലാ ആശുപത്രിയിലെത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ പരിശോധിച്ച ശേഷം അസുഖം ഗുരുതരമായ സാഹചര്യത്തിൽ ആൻജിയോഗ്രാം ചെയ്യണമെന്നും ജില്ലാ ആശുപത്രിയിൽ സൗകര്യങ്ങളില്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുകയായിരുന്നു. ഉടൻ തന്നെ സ്വകാര്യ ആംബുലൻസിൽ യാത്ര തിരിച്ച് രാത്രി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചേർന്നു. അവിടെ പരിശോധനകൾ നടത്തിയ ശേഷം 28-ാം വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥ മൂലം എൻ്റെ ഹസ്ബൻഡ് വേണു മരിച്ചിട്ട് 5 മാസം കഴിഞ്ഞു. ആദ്യത്തെ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായിട്ട് വന്നു. അതിൽ യാതൊരു നടപടി ഉണ്ടായില്ല. അവർക്ക് വീണ്ടും 2ാമത്തെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ റിപ്പോർട്ട് ഇതുവരെ ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ജനുവരി 6 ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഒരു ഇതിന് പോയിട്ടുണ്ടായിരുന്നു, അദാലത്തിന് പോയിട്ടുണ്ടായിരുന്നു. അദാലത്തിൽ അന്ന് ആദ്യമേ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ എന്തിനാണ് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്ന് ചോദിച്ചിട്ട് അത് ഏറ്റവും വളരെ വിഷമം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും ഈ 2 ദിവസത്തിന് മുന്നേ റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ടിലും പറയുന്നത് അവർ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജിലും അതായത് നമ്മൾ കൊണ്ടുപോയ ഏതോ ഹോസ്പിറ്റൽ കൊല്ലം ഹോസ്പിറ്റൽ മുതൽ ഓരോ കൃത്യനിർവഹണം നടന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഇനിയും അതായത് ഓരോ പ്രതീക്ഷകൾ ഇങ്ങനെ വരുമ്പോഴും പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് ഓരോ നീക്കങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ട് എൻ്റെ പ്രതീക്ഷകളെങ്കിൽ അസ്തമിക്കുമ്പോൾ വീണ്ടും അടുത്തൊരു റിപ്പോർട്ട് വീണ്ടും എനിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഗുരുതരാവസ്ഥയിലായിരുന്ന വേണുവിനെ കട്ടിലില്ലെന്ന കാരണം കാണിച്ച് തറയിലാണ് കിടത്തിയത്. വേണുവിന്റെ ഭാര്യ സിന്ധുവിന്റെ കൂടെ സഹായത്തിന് മറ്റാരുമില്ലാത്തതിനാൽ ഭർത്താവിനെ വീൽചെയറിലിരുത്തി ഉരുട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു ജീവനക്കാരനോട് സഹായം ആവശ്യപ്പെട്ടെങ്കിലും അത് നിരസിച്ചു. രാത്രി 8:30 അഡ്മിറ്റ് ചെയ്തിട്ടും പുലർച്ചെ 1:45 ഗുരുതരാവസ്ഥയിലുള്ള വേണുവിന് ആദ്യത്തെ മരുന്ന് നൽകിയത്. കാർഡിയോളജി ഡോക്ടറെ OPയിൽ പോയി കണ്ടപ്പോൾ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ആൻജിയോഗ്രാം ചെയ്യുമെന്നറിയിക്കുകയും കാർഡിയോളജി വാർഡിലേക്ക് മാറ്റുകയും ചെയ്തുവെന്നും അറിയിച്ചു. എന്നാൽ ചൊവ്വാഴ്ച വൈകുന്നേരവും ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ പട്ടികയിൽ വേണുവിന്റെ പേര് ഉൾപ്പെടുത്തിയില്ല. ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ചവറ. നിർമ്മാണത്തിലിരുന്ന കിണറ്റിൽ ചെളിയിടിഞ്ഞ് ഉള്ളിലകപ്പെട്ട തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. കണ്ണനല്ലൂർ വടക്കേമുക്ക് സ്വദേശി ദാവൂദാണ് അപകടത്തിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേന എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. കുണ്ടറ കണ്ണനല്ലൂർ വടക്കേമുക്ക് ചതുരവിള വീട്ടിൽ ദാവൂദാണ് കിണറ്റിനുള്ളിൽ അകപ്പെട്ടത്. കുണ്ടറ വെള്ളിമണ്ണിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലായിരുന്നു സംഭവം. ദിവസങ്ങളായി ഇവിടെ കിണറിന്റെ നിർമ്മാണം നടന്നു വരികയാണ്. ബലക്കുറവുള്ള മണ്ണെത്തിയതോടെ റിങ്ങിറക്കി ആഴം കൂട്ടി വരികയായിരുന്നു. ഇതിനിടെ 120 അടിയോളം താഴ്ചയെത്തിയപ്പോൾ വ്യാസം കുറഞ്ഞ ചെറിയ തൊടി ഇറക്കിയ ശേഷം വീണ്ടും ആഴം കൂട്ടുന്നതിനിടയിൽ ദാവൂദിന്റെ ശരീരത്തിലേക്ക് മുകളിൽ നിന്നും ചെളി ഇടിഞ്ഞു വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് മറ്റൊരു തൊഴിലാളി ഉടൻ തന്നെ കിണറ്റിലേക്ക് ഇറങ്ങി ചെളി നീക്കി തുടങ്ങി. തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. ഇവരെത്തിയാണ് ദാവൂദിനെ കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചത്. തുടർന്ന് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദാവൂദിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കുണ്ടറ ഫയർ സ്റ്റേഷൻ ഓഫീസർ ദിലീപ് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ R. പ്രസേന്ദ്രൻ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ജില്ലാ ഫയർ ഓഫീസർ രാംകുമാറും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നിയമങ്ങളെ മറികടന്ന് SN ട്രസ്റ്റ് കോളേജുകളിൽ കോടികളുടെ കോഴ നിയമനം നടത്തുന്നതായി SNDP സംരക്ഷണ സമിതി ആരോപിച്ചു. ഇത് സംസ്ഥാന ഖജനാവിന് വർഷം തോറും വൻ ബാധ്യത ഉണ്ടാക്കുന്നതായും സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി. നിയമങ്ങളെ മറികടന്ന് കോളേജ് അധ്യാപക തസ്തികകൾക്ക് അംഗീകാരം. SN ട്രസ്റ്റ് കോളേജുകളിൽ കോടികളുടെ കോഴ നിയമനമാണ് നടക്കുന്നതെന്ന് SNDP സംരക്ഷണ സമിതി ആരോപിച്ചു. ഭാഷാ വിഷയങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 2004 ഫെബ്രുവരി 26 ഉത്തരവ് പ്രകാരം ശ്രീനാരായണ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG സർവകലാശാലകളിലെ SN കോളേജുകളിൽ 128 അധ്യാപക തസ്തികകൾ അധികവും ഒഴിവാക്കേണ്ടതുമാണെന്ന് ഉത്തരവ് നിലനിൽക്കെ 2026 ജനുവരിയിൽ വ്യാജരേഖകളും കള്ളക്കണക്കുകളും സബ്സിഡിയറി വിഷയങ്ങളിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം വിലയിരുത്താതെയും പരിശോധിക്കാതെയും SN ട്രസ്റ്റ് സെക്രട്ടറിയുടെ അവിഹിത സ്വാധീനത്തിന് വഴങ്ങി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരും കൂടി തട്ടിക്കൂട്ട് അദാലത്ത് നടത്തി SN ട്രസ്റ്റ് കോളേജുകളിലേക്ക് 86 അധ്യാപക നിയമനങ്ങൾക്ക് അനുവാദം നൽകിയതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതായാണ്
SNDP സംരക്ഷണ സമിതി ആരോപിക്കുന്നത്. ഇതുമൂലം സംസ്ഥാന ഖജനാവിന് 15 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് വർഷം തോറും സംഭവിക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. തട്ടിപ്പിനെതിരെ സമഗ്രമായ അന്വേഷണവും നിയമന ഉത്തരവ് ഇറക്കിയതിനെ സംബന്ധിച്ചും നിയമനത്തിന് കോഴ വാങ്ങുന്നതിനെ സംബന്ധിച്ചും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും SNDP സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് സർക്കാരിന് സമിതി ഹർജി നൽകിയതായും സംരക്ഷണ സമിതി ഭാരവാഹികളായ ചെയർമാൻ അഡ്വക്കേറ്റ് S. ചന്ദ്രസേനൻ, ജനറൽ സെക്രട്ടറി MV പരമേശ്വരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് എന്നിവർ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആ ചാപ്റ്റർ വിശദമായി പറയുന്നു. അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 26/2/2024 ജിയോ നമ്പർ 273/2024 ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു ഉത്തരവ്. ആ ഉത്തരവിന്റെ പകർപ്പാണ്, അത് ഞാൻ എടുത്തിട്ടില്ല, അതിന്റെ ഉത്തരവിന്റെ പകർപ്പാണ്. ഈ ഉത്തരവും പ്രകാരം SNRSന്റെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ 128 അധ്യാപക തസ്തിക അധികമാണ്. അത് അബോളിഷ് ചെയ്തു. 128 അധ്യാപക തസ്തിക 2024 അബോളിഷ് ചെയ്യപ്പെട്ടിരിക്കുക. 26/2/2024 ഉത്തരവ് പ്രകാരം. കൂടാതെ അതിനുശേഷവും ശ്രീനാരായണ കോളേജുകളിൽ, ചാത്തന്നൂർ SN കോളേജിൽ ബോട്ടണിക്ക് കുട്ടികളില്ല. ഞാൻ ചില കോളേജ് മാത്രമേ പറയുന്നു. ചെങ്ങന്നൂർ SN കോളേജിൽ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഈ വിഷയങ്ങളിൽ ഒറ്റ കുട്ടി പോലും ഇല്ല. MSc ഫിസിക്സിന് കഴിഞ്ഞ വർഷം ഒരു കുട്ടിയായാലും 2 കുട്ടികളായാലും അഡ്മിഷൻ എടുത്തത്. 2ാം വർഷം അവിടെ കുട്ടികളില്ല. അപ്പൊ ഈ അധ്യാപക തസ്തികയൊക്കെ അധികമാണ്. അപ്പോ 2024 ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം അബോളിഷ് ചെയ്ത 128 അധ്യാപക തസ്തിക കൂടാതെ ഏകദേശം 100ഓളം തസ്തിക വീണ്ടും അധികമായി നിൽക്കുകയാണ് കൊല്ലത്തെ ശ്രീനാരായണ ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജുകൾ. ഈ വസ്തുതകളൊന്നും പരിശോധിക്കാതെ, ഈ യാഥാർത്ഥ്യങ്ങളെ ഒന്നും മനസ്സിലായിട്ടും മനസ്സിലാക്കാമെന്ന് നടിക്കാതെ ഏതാണ്ട് 86 അധ്യാപക തസ്തികയ്ക്ക് ഉത്തരവ് കൊടുത്തുകൊണ്ട് SN ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ഒരു പോസ്റ്റിന് 1,10,00,000 രൂപ വെച്ചാണ് ചോദിക്കുന്നത്. ഞങ്ങൾ വിജിലൻസിന് ചോദിച്ച ആളിന്റെ പേര് സഹിതമാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളെ പറയുന്നു. 1360 പേജുള്ള മുഴുവൻ ഫയലും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് അടുത്ത ഘട്ടമായി ഞങ്ങൾ വരട്ടെ. 1ാം ഘട്ടമാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. അത് ആദ്യത്തെ ഘട്ടമായി നിങ്ങൾക്ക് പരിശോധിക്കാം. കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളിലെ അധിക അധ്യാപക തസ്തികയുടെ പൂർണ്ണ വിവരമാണ് ഇതിനകത്ത്, ഈ ബുക്കിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. INTUC ചവറ റീജിയണൽ കമ്മിറ്റി മെയ് ദിന റാലിയും സമ്മേളനവും നടത്തി. ചവറ കൊട്ടുകാട്ടിൽ സംഘടിപ്പിച്ച പരിപാടി കൊല്ലം മേയർ AK ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. INTUC ചവറ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യുദ്ധം നിർത്തൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് മെയ് ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത്. ചവറ കൊട്ടുകാട്ടിലായിരുന്നു മെയ് ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത്. കൊല്ലം മേയർ AK ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. 140 നിയോജക മണ്ഡലങ്ങളിലും മണ്ഡലം INTUC നേതൃത്വത്തിലും സംസ്ഥാനത്തൊട്ടാകെ ഈ യുദ്ധവിരുദ്ധ റാലി നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ എല്ലാ മെയ് 1-ാം തീയതിയും രാജ്യത്തൊട്ടാകെ, ലോകമൊട്ടാകെ തൊഴിലാളി ദിനമായി ആചരിക്കുന്ന മെയ് 1-ന് INTUCയുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം നൽകാറുണ്ട്. എല്ലാ മെയ് 1-നും എല്ലാ റീജിയണൽ കമ്മിറ്റികളും ജില്ലാ INTUC കമ്മിറ്റികളും ഇത്തരത്തിൽ റാലികൾ നടത്താറുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്നത് ചിക്കാഗോ തെരുവീഥികളിൽ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി സമര പോരാട്ടം നടത്തി രക്തസാക്ഷിത്വം വരിച്ചു. ആ സമരങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന, അന്ന് നേടിയെടുത്ത അവകാശങ്ങൾ, ഒരു തൊഴിലാളിക്ക് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന നിലയിൽ 24 മണിക്കൂറിൽ 3ആയി തരം തിരിക്കത്തക്ക വിധത്തിൽ ആ സമരത്തിലൂടെ നേടിയെടുത്ത ആയിരക്കണക്കിന് ആളുകൾ രക്തസാക്ഷിത്വം വരിച്ച അത് ഓർമ്മപ്പെടുത്തുന്ന മെയ് 1-ാം തീയതി. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് INTUC സംസ്ഥാന കമ്മിറ്റി ഈ മെയ് 1-ന് യുദ്ധവിരുദ്ധ റാലിയായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. യുദ്ധവിരുദ്ധ റാലി, യുദ്ധം നിർത്തൂ, സ്റ്റോപ്പ് ദ വാർ.
അത് INDC പറഞ്ഞ എന്ത് പ്രയോജനം എന്നുള്ളതല്ല. നമ്മുടെ ലോകത്താകെ ഈ സന്ദേശം പോകണം, രാജ്യത്താകെ ഈ സന്ദേശം പോകണം. ഈ യുദ്ധം കൊണ്ടുണ്ടാകുന്ന നേട്ടം അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ അതിന് നേതൃത്വം കൊടുക്കുന്നതിന് സമതല തെറ്റിയ നേതാക്കന്മാരുടെ ഭരണത്തിലേക്കാണ് US പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ മാത്രമാണ് ഈ യുദ്ധം കൊണ്ടുണ്ടാകുന്ന നേട്ടം. മുഴുവൻ ലോക ജനതയും ഒരുപക്ഷെ അമേരിക്കയിലെ ജനങ്ങളും ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായി തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. അമേരിക്കയിൽ പോലും എല്ലാ രംഗത്തും സാമ്പത്തിക തകർച്ച മാത്രം സംഭാവന ചെയ്യുന്നതാണ് ഈ യുദ്ധം. യുദ്ധം രാജ്യത്തല്ല ലോകത്തല്ല എവിടെ നടന്നാലും അത് നാശം വിതയ്ക്കുമെന്നുള്ള ഒരു സംശയവുമില്ല. ട്രംപ് എന്ന് പറയുന്നൊരു മനോരോഗി നടത്തുന്ന ഓരോ ജൽപ്പനങ്ങൾ, ഓരോ ദിവസം അദ്ദേഹം ഓരോ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ എവിടെ നിന്ന് എണ്ണ വാങ്ങണം, എവിടെ നിന്ന് ഓയിൽ വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ട്രംപാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ ശ്രീ ജോസുമൽ രാജ് ഇന്ദിരാഗാന്ധിയെ ഓർമ്മപ്പെടുത്തിയത്. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇന്നും ഇന്ദിരാഗാന്ധി എന്ന പേര് കേൾക്കുമ്പോൾ അവരുടെ സിരകൾ എഴുന്നേറ്റ് നിൽക്കുന്നത് മാത്രമല്ല രോമാഞ്ചമുണ്ടാകുന്നതിന് സംശയമില്ല. സിരകളിലൂടെ രക്തം തിളയ്ക്കും ഇന്ദിരാഗാന്ധിയുടെ പേര് കേൾക്കുമ്പോൾ. അതായിരുന്നു ഇന്ദിരാഗാന്ധി. ആ കസേരയിൽ ഇന്നിരിക്കുന്നത് മറ്റൊരു മനോരോഗി. ശരിക്കു പറഞ്ഞാൽ ട്രംപ് എന്ന് പറയുന്ന ട്രംപിനോടൊപ്പം നിൽക്കുന്നത്. അതാണല്ലോ ട്രംപ് രാജ്യത്തെത്തിയപ്പോ അദ്ദേഹം പറഞ്ഞത് മൈ ഫ്രണ്ട് എന്ന് സൂചിപ്പിച്ചത്. നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്ന് സൂചിപ്പിച്ചത് ട്രംപിനെയാണ്. രണ്ടും ഒരു കാളയുടെ മുഖം അപ്പുറത്തും ഇപ്പുറത്തും കെട്ടാവുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നത്. രാജ്യത്ത് ഇന്നലകളിലൊക്കെ ഞാനും നിങ്ങളും ജീവിച്ചവർ, വളർന്നുപോയവർ, നമ്മുടെ പഴയകാല അനുഭവങ്ങൾ നമ്മളെ ഒന്ന് ആലോചിച്ചു പോകണം. ജാതിയും മതവും നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും കടന്നു വന്നിട്ടില്ല. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ എല്ലാ ജാതി മതസ്ഥരും ഒത്തൊരുമിച്ച് ജീവിക്കുന്നവരാണ്. അതാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റീജിയണൽ പ്രസിഡന്റ് ജോസ് വിമൽ രാജ് അധ്യക്ഷത വഹിച്ചു. ചവറ ഗോപകുമാർ, ഹരീഷ് കുമാർ, സെബാസ്റ്റ്യൻ ആംബ്രോസ്, ശിവൻകുട്ടിപ്പിള്ള, കുറ്റിയിൽ നിസാം, നിസാർ മേക്കാടൻ, കിഷോർ അമ്പിലാക്കര, ജയപ്രകാശ്, ശക്തിധരൻ, മനോജ്, അഡ്വക്കേറ്റ് ഇമേസൻ, റീന, പ്രഭ, പന്മന സുഹാർബൻ, ആശ മേനാമ്പള്ളി, ഷാർജ, സുശീല, വിജയകുമാരി, നിസാർ കൊല്ലക, പ്രസന്നൻ പിള്ള, ജോസഫ് ജോൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ശാസ്താംകോട്ട 7-ാം മൈലിൽ ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കണമെന്ന് ആവശ്യം. ആന്റി കറപ്ഷൻ മിഷൻ കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റിയാണ് പ്രതീകാത്മകമായി ട്രാഫിക് ഐലൻഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചത്. 7-ാം മൈലിൽ ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആന്റി കറപ്ഷൻ മിഷൻ കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതീകാത്മക ട്രാഫിക് ഐലൻഡ് നിർമ്മിച്ചായിരുന്നു പ്രതിഷേധം. സംസ്ഥാന ജനറൽ സെക്രട്ടറി PT ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടത്തറ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. KP ചന്ദ്രൻ, തോമസ് വൈദ്യൻ, പറമ്പിൽ സുബൈർ, ശ്രീരാജ് ചിറ്റക്കാട്ട്, ബഷീർ ഒല്ലായിൽ, കൃഷ്ണകുമാർ, സുധാകരൻ കുന്നത്തൂർ, ഹരിദാസ് പതാരം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. തിങ്കളാഴ്ച വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 43 ഇടങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണലിന് 15,465 ഉദ്യോഗസ്ഥർ. പുനലൂരിലെ ബോർഡിംഗ് സ്കൂൾ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിയെ തലകീഴായി കെട്ടിത്തൂക്കിയെന്ന് പരാതി. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു പ്രാകൃത ശിക്ഷാരീതി. 6-ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ചത്. യഥാസമയം ചികിത്സ കിട്ടാതെ പന്മന സ്വദേശി വേണു മരിച്ച സംഭവം. കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയുണ്ടായതായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ. കുറ്റക്കാരെ കണ്ടെത്തി കേസെടുത്ത് നിയമപരമായി പരിഹാരം കാണണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. നിർമ്മാണത്തിലിരുന്ന കിണറ്റിൽ ചെളി ഇടിഞ്ഞ് ഉള്ളിൽ അകപ്പെട്ട തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. കണ്ണനല്ലൂർ വടക്കേമുക്ക് സ്വദേശി ദാവൂദാണ് അപകടത്തിൽപ്പെട്ടത്. അഗ്നിരക്ഷാ സേന എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.